മോഷണ ശ്രമങ്ങൾ, അതായത് ഈ വീടുകളിൽ രാത്രി കണ്ട അപരിചിതരായ ആൾക്കാര് ആയുധധാരികളായിട്ടുള്ള ആളുകളാണ്. അവർ മോഷണത്തിന് തന്നെ വന്നതാണെന്നുള്ളതാണ് നമ്മുടെ പ്രാഥമിക നിഗമനം. ഇപ്പൊ CCTV വിഷ്വൽസ് നമുക്ക് മനസ്സിലായിട്ടുള്ള അത്തരം കാര്യങ്ങളാണ്. അപ്പൊ അത് അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, അത് ഇനി തുടർന്ന് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വിപുലമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് പോലീസ് നടത്തിയിട്ടുണ്ട്. അതിലേക്ക് ഷാഡോ പെട്രോളിങ് എല്ലാ ദിവസവും ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ CCTV വിഷ്വൽസിന്റെ അടിസ്ഥാനത്തിൽ കണ്ട ആളുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഈ വിഷ്വൽസ് പല സ്ഥലത്തിലേക്കും നമ്മൾ സർക്കുലേറ്റ് ചെയ്തിട്ട് ആ രീതിക്ക് ഇവരെ തിരിച്ചറിയാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. കൂടാതെ മുൻകാലങ്ങളിൽ ഇത്തരം കേസുകളിൽപ്പെട്ട ആളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അവരെവിടെയാണ്, അവർക്ക് എന്തെങ്കിലും ഈ കാര്യത്തിൽ പങ്കുണ്ടോ ഇല്ല എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ മറ്റ് ഇച്ചിരി അകലെ മാറിയുള്ള CCTV ഫുട്ടേജുകളും പരിശോധിച്ച് അതിൽ എന്തെങ്കിലും കണക്ഷൻ കിട്ടുമോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. ഇന്ന് രാത്രി കാലങ്ങളിലുള്ള പെട്രോളിംഗ് കൂടുതൽ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ഥലത്ത് അതാത് പ്രദേശങ്ങളിലെ വാർഡ് മെമ്പർമാരടക്കമുള്ള ആളുകളുടെ ഒരു താല്പര്യത്തിൽ അവരുടെ ഒരു മുൻകൈയിൽ ജാഗ്രതാ സമിതികളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതെല്ലാം ഇതിനകത്ത് ഈ പറയുന്ന ആക്ഷനകത്ത് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. കൂടാതെ നമ്മളൊരു ഡ്രോൺ പരിശോധനയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില സമയങ്ങളിൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മുൻകൂട്ടി സമയം നമുക്ക് പറയാൻ സാധിക്കില്ല, എന്നാലും അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. പ്രദേശത്തെ വീടുകളിലുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം റെസിഡൻസ് അസോസിയേഷൻ മുഖേനയും അല്ലാതെയും എല്ലാ വീടുകളിലേക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ അതിനുള്ള ശ്രമമാണല്ലോ ഈ നടത്തുന്നത്. എന്താ വെച്ചാൽ ഇത് ഒരു ദിവസമാണ് ഇപ്പൊ ഈ സംഭവം നമുക്ക് റിപ്പോർട്ടായത്. 13-ാം തീയതിയത്തെ ഒരു ദിവസത്തെ സംഭവമാണ് നാളെ ഇതുവരെ റിപ്പോർട്ടായിട്ടുള്ളത്. അത് കൂടാതെ പിന്നീട് ഒരു സംഭവം ഇതുവരെ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. മറ്റൊന്ന്, ഈ പറയുന്ന ആളുകളുടെ വിഷ്വൽസോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ കൃത്യമായിട്ടും ക്ലിയർ ആയിട്ടും ലഭ്യമായിട്ടും ഇല്ല. അപ്പൊ അത് നമ്മൾ പരിശോധിക്കണം. അപ്പൊ അതിന് അന്വേഷണം ഒരു 2 ദിവസം 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു അന്വേഷണം അല്ല. പിന്നെ നമുക്കറിയാം, നമുക്ക് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ നമ്മുടെ തന്നെ ലോക്കലായിട്ടുള്ള ആളുകളാവാം, അതല്ലെങ്കിൽ ഈ പറയുന്ന പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാവാം. അതായത് എല്ലാ സാധ്യതയും പരിശോധിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താനോ ആളെ കണ്ടെത്താനോ പറ്റുള്ളൂ. അപ്പൊ അതിൻ്റെതായ ഒരു സമയം നമുക്ക് ആവശ്യമാണ്. എന്തായാലും ഊർജിതമായ അന്വേഷണം ഉണ്ടാവും. അതിന്റെ തുടർന്നുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും.